നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനം പാലോട് രവി രാജിവെച്ചു. KPCC ചോദിച്ചു വാങ്ങിയ രാജി. നടപടി വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്ന്. ഫോൺ സംഭാഷണം പുറത്തുവിട്ട കോൺഗ്രസ് നേതാവിനെയും പുറത്താക്കി. ഇടതിന് തുടർഭരണം ഉണ്ടാകുമെന്നും കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നുമുള്ള പ്രസ്താവന പ്രവർത്തകരെ ഉത്തേജിപ്പിക്കലായിരുന്നു ലക്ഷ്യമെന്ന പാലോട് രവി. VD സതീഷിനെതിരെ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. സതീശൻ ഈഴവ വിരോധിയാണെന്നും ഈഴവനായ K സുധാകരനെ ഒതുക്കിയെന്നും വെള്ളാപ്പള്ളി. ശ്രീനാരായണ ഗുരു പറയാൻ പാടില്ലെന്ന് പറഞ്ഞത് എന്താണോ അതാണ് വെള്ളാപ്പള്ളി പറയുന്നതെന്ന് VD സതീശന്റെ മറുപടി. ആര് വർഗീയത പറഞ്ഞാലും എതിർക്കുമെന്നും വിശദീകരണം. സതീശൻ ഗുരുധർമ്മം പഠിപ്പിക്കേണ്ടെന്ന മറുപടിയുമായി വീണ്ടും വെള്ളാപ്പള്ളി. ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കാൻ 2 അംഗ സമിതി. 3 മാസത്തിനകം പ്രധാനപ്പെട്ട 4 ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗും CCTVയും പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമാക്കുമെന്ന് ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം. ഗോവിന്ദസ്വാമി ഇനി വിയൂർ ജയിലിലെ ഏകാന്ത സെല്ലിൽ. സംസ്ഥാനത്ത് കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ട്രെയിൻ വിമാന സർവീസുകളെ ബാധിച്ചു. കണ്ണൂർ കോളയാട് വീടിന് മുകളിൽ മരം വീണ് 1 മരണം. മലയോര മേഖലകളിൽ പലയിടത്തും മണ്ണിടിച്ചിൽ. ജാഗ്രതാ നിർദ്ദേശം. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ട്. 3 ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് UAE വേദിയാകും. മത്സരങ്ങൾ സെപ്റ്റംബർ 9 മുതൽ 28 വരെ. തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനം പാലോട് രവി രാജിവെച്ചു. KPCC ചോദിച്ചു വാങ്ങിയ രാജി. നടപടി വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്നാണ്. ഫോൺ സംഭാഷണം പുറത്തുവിട്ട കോൺഗ്രസ് നേതാവിനെയും പുറത്താക്കി. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചകുത്തി. തീർച്ചയായിട്ടും കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 100 പേരെ വയ്ക്കും. പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല. പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ഇവിടെ തന്നു. വേറും ബോഗസ് ആയിരുന്നു. അത് അവിടെ നിന്നല്ല, ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ 10% സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീലെ വെറുതെ വീരവാദം പറഞ്ഞ് നമ്മളൊക്കെ നടക്കാവുന്ന. അൺഫീൽഡ് ആണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. അൺഫീൽഡ്, കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നും വീണ്ടും ഇടത് തന്നെ അധികാരത്തിൽ വരുമെന്നൊക്കെയുള്ള വിവാദ പ്രസ്താവനകളാണ് ഈ ഒരു ടെലിഫോൺ സംഭാഷണത്തിൽ പാലോട് രവി നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ അത് വിനയായിരിക്കുകയാണ്. KPCC രാജി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ശരിയാ, വലിയ രീതിയിൽ ഒരു വിവാദമുണ്ടായി. തിരുവനന്തപുരത്തെ DCC അധ്യക്ഷൻ പാലോട് രവി, തിരുവനന്തപുരത്തെ DCC അധ്യക്ഷൻ പാലോട് രവി ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ കോൺഗ്രസിന്റെ ഒരു ഫേസ് ആണ്, ഒരു മുഖമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രയേറെ കോൺഗ്രസിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവ്, ഏറ്റവും മുതിർന്ന നേതാവ്. ആ നേതാവിൽ നിന്നാണ് ഈ രീതിയിൽ ഒരു ഫോൺ സംഭാഷണം. അത് വളരെയേറെ, അതായത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ തികച്ചും പൂർണ്ണമായും വെട്ടിലാകുന്ന രീതിയിലാണ് ഇതുപോലൊരു മുതിർന്ന നേതാവിൽ നിന്നൊരു ഫോൺ സംഭാഷണം ഉണ്ടാകുന്നത്. ഏത് രീതിയിൽ അദ്ദേഹം അത് പിന്നീട് തന്നെ ന്യായീകരിക്കുന്നു, വിശദീകരിക്കുന്നു. താൻ താഴെ തട്ടിയിൽ ഊർജവും കരുത്തും നൽകി ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് മുകളിൽ നിന്നുള്ള, അതായത് ദേശീയ നേതൃത്വത്തിന്റെ അടക്കമുള്ള നിർദ്ദേശമനുസരിച്ച് ഗ്രാസ് റൂട്ടിലെ പ്രവർത്തകർ, അതായത് താഴെത്തട്ടിലുള്ള പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ തന്നെ ചെയ്യണമെന്നുള്ള ശക്തമായ നിർദ്ദേശം DCC അധ്യക്ഷന്മാർക്ക് അടക്കമുള്ളവർക്കുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി താൻ തന്നെ വിളിച്ച് സംസാരിക്കുന്നവരെ, അല്ലെങ്കിൽ താൻ അങ്ങോട്ട് വിളിച്ച് ഓരോ പഞ്ചായത്ത് തലത്തിലും പ്രാദേശിക നേതാക്കന്മാർക്ക് വേണ്ട കർശനമായ നിർദ്ദേശം ഒരു ശാസന രൂപേണ നൽകും. ആ നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്കൊരിക്കലും ധനഭാഗത്ത് തിരിച്ചു വരാൻ സാധ്യമല്ല.
UDF ഇടതുമുന്നണി തന്നെ വീണ്ടും മത്സരത്തിൽ കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോൾ നമ്മൾ നാമാവശേഷമാകും. BJP വലിയ രീതിയിൽ തന്നെ ഇവിടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. മുസ്ലിം വിഭാഗം CPM-ലും BJP-യിലും ചേരും. ഈ രീതിയിലുള്ള സംഭാഷണമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് തീർച്ചയായും താഴെത്തട്ടിൽ പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുകയും കോൺഗ്രസ് മുന്നേറി വരേണ്ടതിന്റെ ആവശ്യകത തന്നെ ശാസ്ത്രീയ രൂപേണ പറയുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സമയം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. കാരണം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് 2-3 മാസം മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സമയത്താണ്. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണെന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇടതുമുന്നണി തന്നെ തുടർഭരണത്തിൽ വരുമെന്ന രീതിയിൽ പറയുന്നു. പക്ഷെ അത് എത്ര തന്നെ ആവർത്തിച്ച് അദ്ദേഹം വിശദീകരിച്ചാലും ഈ ഫോൺ സംഭാഷണം പുറത്തു വരുന്നതോടുകൂടി ഇത് വളരെ ദീർഘമായി സംസാരിച്ച ഫോൺ സംഭാഷണത്തിന്റെ ഒരു ഭാഗം മാത്രം എഡിറ്റ് ചെയ്ത് ഇപ്പോൾ പ്രചരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇത് പ്രവർത്തകരുടെ ആത്മവീര്യം എന്താണോ പാലോടി രവി ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ലക്ഷ്യമിട്ടത്, അതിന് നെഗറ്റീവായി മാറി പ്രവർത്തകരുടെ ആത്മവീര്യം, അതായത് പാലോടി രവിക്കുള്ള ഒരു മുദ്ര നേതാവും അതിനപ്പുറത്ത് DCC അധ്യക്ഷൻ ഇങ്ങനെ പറയുമ്പോൾ ഈ രീതിയിൽ ആത്മവീര്യം ചോരുന്നു. അത് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുകയും ഉടൻ തന്നെ DCC സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വ യോഗം ചേർന്ന് പാലോടി രവിയിൽ ചോദിച്ചു വാങ്ങി അതനുസരിച്ച് രാജിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ സംഭാഷണം പുറത്തുവിട്ട കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ പുറത്താക്കുകയും ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായി ഇതിന്റെ ഒരു അലയടികൾ അടുത്ത ദിവസങ്ങളിൽ ഉറപ്പായി ഉണ്ടാകും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ. ശരിയാണ്. ശരി, അൺഫിൽട്ടാണ് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം ഈ ഒരു ഫോൺ സംഭാഷണം വിവാദമായതോടുകൂടി പാലോട് രവിയോട് വിശദീകരണം തേടിയിരുന്നു അമൃത വാർത്തകൾ. ആ സമയം പാലോട് രവി പറഞ്ഞത് കോൺഗ്രസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും താഴെത്തട്ടിൽ പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുന്നതിനും വേണ്ടിയാണ് താൻ അങ്ങനെ സംസാരിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക്. എന്നോട് വിളിക്കുന്ന ഒരു പ്രവർത്തകരാണ്. അവിടെയുള്ള ഭിന്നത പറയാനാണ്. അയാൾ സംസ്ഥാനത്തിൻ്റെ ജില്ലയുടെ ഒന്നുമില്ല, സംസ്ഥാനത്തൊന്നും ഒരു ഭിന്നതയും ഇപ്പോൾ ഇല്ല. കേരളത്തിൽ സംസ്ഥാനത്ത് ഭിന്നതയില്ലാത്തൊരു പാർട്ടി ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയാണ്. ഒരു ഭിന്നതയും ഇല്ല. എനിക്ക് DC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നന്നായിട്ടറിയാം. പിന്നെന്താ, അവിടെയുള്ള ഭിന്നത പറയുമ്പോൾ സ്വാഭാവികമായും അവനോട് പറയേണ്ടത് നിൻ്റെ പാർട്ടി തിരിച്ചു വരണമെങ്കിൽ, നിൻ്റെ പാർട്ടി ആ പഞ്ചായത്തിൽ ജയിക്കണമെങ്കിൽ, നമുക്കവിടെ കോൺഗ്രസ് പാർട്ടിയുടെ കൊടി ഉയർത്തി അഭിമാനത്തോടെ നിൽക്കണമെങ്കിൽ നിശ്ചയമായും ഇവിടെ അല്ലെങ്കിൽ ഇത് സംഭവിക്കും, നീ അറിയണം എന്നുള്ളത് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് DCC പ്രസിഡൻറ്റിൻ്റെ കർത്തവ്യമാണ്. പ്രവർത്തകനോടാണ് ഞാൻ സംസാരിച്ചത്. ഇതൊരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയോ ഞാനൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുകയോ ഞാൻ ഏതെങ്കിലും ഒരു പബ്ലിക് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിനോട് സംസാരിക്കുകയോ, ഞാൻ എൻ്റെ പ്രവർത്തകനോട് സംസാരിച്ചതാണ്. നീ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഗതി ഇതാകും, കോൺഗ്രസ് പാർട്ടിയുടെ ഗതി ഇതാകും. ഒരു തവണ കൂടെ നമുക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ല ഉണർവ് ഈ ജില്ലയിലുണ്ടായിട്ടുണ്ട്. എന്നോട് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. നാളെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ തെക്കൻ ജില്ലകളിലും മഴക്കെടുതി രൂക്ഷമാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ടായിരുന്നു. വരും ദിവസങ്ങളിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ വിവിധ തീരങ്ങളിൽ നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കനത്ത കാറ്റിലും മഴയിലും പത്തനംതിട്ട ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ഒട്ടേറെ വീടുകളും വാഹനങ്ങളും തകർന്നു. റാന്നി, അടൂർ മേഖലകളിലായി 100-ലധികം മരങ്ങളാണ് കടപുഴകി വീണത്. പന്തളം, പൂഴിക്കാട്ട് സർക്കാർ UP സ്കൂളിന് മുന്നിലെ മരവും കടപുഴകി വീണു. പ്രമാടം, ഇളകൊള്ളൂർ മേഖലകളിലായി 6 വീടുകൾക്ക് മുകളിലേക്ക് മരം വീണു. വായ്പൂർ പാലത്താനം നഗറിലെ ശാന്തമ്മയുടെ വീടും മഴയിൽ തകർന്ന് 2 പേർക്ക് പരിക്കുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. തിരുവല്ല താലൂക്കിൽ 3 ക്യാമ്പുകളാണ് തുറന്നത്. ദുരന്ത സാധ്യത കണക്കിലെടുത്ത് 14 കുടുംബങ്ങളിലെ 53 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കൊല്ലം ശാസ്താംകോട്ടയിൽ കടകൾ ഇടിഞ്ഞു താണു. പള്ളിക്കശ്ശേരി ശ്രീമംഗലത്താണ് അപകടം. 23 വർഷങ്ങൾക്ക് മുൻപ് കോൺക്രീറ്റിൽ നിർമ്മിച്ച കടകളാണ് തകർന്നത്. കടയിൽ ആളുകളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി.
പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയിൽ പത്തനാപുരം അലുമുക്കിൽ ലോറിക്ക് മുകളിലേക്ക് കൂറ്റൻ മരം കടപുഴകി വീണു. സിമന്റ് ഇറക്കുന്നതിനായി നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ലോറിക്ക് മുകളിലേക്കാണ് മരം വീണത്. കൊല്ലം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തെന്മല ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. ഡാമിന്റെ 2 ഷട്ടറുകളാണ് ഉയർത്തിയത്. കിഴക്കൻ മലനിരകളിൽ മഴ ശക്തമായി നിൽക്കുന്നതിനാൽ തെന്മല ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ ലഭിക്കുകയും വലിയ നീരൊഴുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. തലസ്ഥാനത്തും ശക്തമായ കാറ്റും മഴയുമാണ് അനുഭവപ്പെടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കനത്ത മഴയിൽ മധ്യ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. ഇടുക്കി ഉടുമ്പൻചോലയിൽ മരം വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ മിന്നൽ ചുഴലിയിൽ വീടിന്റെ മുകൾ വശം പറന്നുപോയി. എറണാകുളം എടത്തലയിൽ കുന്നിടിഞ്ഞു വീണ് വീട് തകർന്നു. വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ തുടരുകയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതേസമയം കോഴിക്കോട് കട്ടിപ്പാറയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് സമീപ പ്രദേശത്തെ 21 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മാനന്തവാടി താലൂക്കിലെ റിസോർട്ട് ഹോം സ്റ്റേകളിലേക്കുള്ള പ്രവേശനവും നിരോധിച്ചു. വി.ഡി. സതീഷിനെതിരെ പറഞ്ഞതിൽ മാറ്റമില്ലെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഘടകകക്ഷികളെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് സതീഷിനില്ല. സതീശൻ ഗുരുധർമ്മം പഠിപ്പിക്കേണ്ട എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. 3ാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരും. ഇടത് സർക്കാരിന്റെ കാലത്തും സാമൂഹ്യ നീതി നടപ്പായില്ല. മതാധിപത്യം കടന്നുവന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ തൊടുപുഴയിൽ പറഞ്ഞു. ശക്തമായിട്ട് ഒപ്പുകൂടിയില്ല. ഇനി ഇച്ചിരി കടുപ്പിച്ചു മതി. നിങ്ങളെന്തല്ലേ എന്നെ പറ്റി പറഞ്ഞിട്ട്? ഇത് രാഷ്ട്രീയക്കാരനല്ലേ? എനിക്ക് പോയ തൊപ്പിപ്പാളാ. ഇപ്പൊരു പ്രതിപക്ഷത്തിൽ നിന്ന് കാണിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. സ്വന്തം കക്ഷിയിൽപ്പെട്ട KPCC പ്രസിഡന്റ് എന്ത് പറഞ്ഞു അതിനെതിരെ പിറ്റേ ദിവസം ആൾ പറയുന്നത്. ഇതാണോ മര്യാദ? ഇതാണോ സംസ്കാരം? ഇതാണോ രാഷ്ട്രീയം? അതുകൊണ്ട് മറുപടിയാക്കി ജയിക്കും എന്നുള്ളതുകൊണ്ട് ഇനി അഹങ്കാരം എന്ന് പറഞ്ഞാൽ ആപത്ത് തുടങ്ങണം. അഹങ്കാരം. അതേസമയം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടി പറയാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ശ്രീനാരായണ ഗുരു പറയാൻ പാടില്ലെന്ന് പറഞ്ഞത് എന്താണോ അതാണ് വെള്ളാപ്പള്ളി പറയുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ആര് കേരളത്തിൽ വർഗീയത പറഞ്ഞാലും അതിനെ എതിർക്കുമെന്നും വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ ശ്രീനാരായണീയനും കൂടിയാണ്. ശ്രീനാരായണ ഗുരുദേവനെ ഇഷ്ടപ്പെടുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. ആ ശ്രീനാരായണ പ്രചാരകൻ കൂടിയാണ് ഞാൻ. ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പറയുന്നു മാത്രമേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരാതിയുള്ളൂ. ഗുരുദേവൻ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ് പറയാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നു, അതാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം പ്രത്യേക സംഘം അന്വേഷിക്കും. അന്വേഷണത്തിന് 2-അംഗ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. നിലവിലെ അന്വേഷണത്തിന് പുറമെയാണ് പ്രത്യേക അന്വേഷണം. സംഭവം അത്യന്തം ഗൗരവമുള്ളതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. നിലവിൽ വകുപ്പുതല അന്വേഷണവും പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട്. അതിനു പുറമെയാണ് സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സംഭവം അത്യന്തം ഗൗരവമുള്ളതാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. അടുത്ത 3 മാസത്തിനകം പ്രധാനപ്പെട്ട 4 ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് പ്രവർത്തനക്ഷമമാക്കാനും സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജന്റ് CCTV സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായി. കൂടാതെ ഒരു സ്ഥലത്ത് 5 വർഷം പൂർത്തിയാക്കിയ ജയിൽ ജീവനക്കാരെ മാറ്റും. തടവുകാരുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പുതിയ സെൻട്രൽ ജയിൽ ആരംഭിക്കാനും തീരുമാനമായി. ഇതിനായി കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്തും. അതേസമയം നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾ അതിവേഗം പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടി പിടിയിലായ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് എത്തിച്ചു. ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഗോവിന്ദചാമിയെ വിയൂരിൽ എത്തിച്ചത്. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന വിയൂരിലെ അതിസുരക്ഷാ ജയിലിലെ ഏകാന്ത സെല്ലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരിക്കുന്നത്. ഗോവിന്ദചാമിയെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെ പാർപ്പിക്കുക എന്നത് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഗോവിന്ദചാമിയെ വിയൂരിൽ എത്തിച്ചത്. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലാണ് വിയൂർ അതീവ സുരക്ഷാ ജയിൽ. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ നിലവിൽ 125 കൊടും കുറ്റവാളികളാണുള്ളത്. അവിടേക്കാണ് ഗോവിന്ദചാമി കൂടി എത്തുന്നത്. സെൻട്രൽ ജയിലുകളെ അപേക്ഷിച്ച് വലിയ സുരക്ഷാ സംവിധാനമാണ് വിയൂർ അതീവ സുരക്ഷാ ജയിലിലുള്ളത്. 4.2 മീറ്റർ ഉയരത്തിലുള്ള സെല്ലുകളിൽ CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. സെല്ലുകളിൽ ഉള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയില്ല.
ഭക്ഷണം കഴിക്കാൻ പോലും കുറ്റവാളികളെ പുറത്തേക്കിറക്കാതെ സെല്ലുകളിലേക്ക് എത്തിച്ചു നൽകും. ജയിലിന് പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവിലുള്ള മതിലും അതിനു മുകളിൽ 10 അടി ഉയരത്തിൽ വൈദ്യുതി വേലിയുമുണ്ട്. കൂടാതെ 4 വാച്ച് ടവറുകളും 24 മണിക്കൂറും ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കമുള്ള ജയിൽ കൂടിയാണ് വിയൂർ അതീവ സുരക്ഷാ ജയിൽ. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിക്ക് ജയിൽ ചാടുക എന്നത് അസാധ്യമാണ്. അമൃത ന്യൂസ്, തൃശൂർ. കൊല്ലത്ത് സ്കൂളിൽ വെച്ച് വൈദ്യുതാഘാതമേറ്റ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിൽ അസാധാരണ നടപടി. തേവലക്കര സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ട് ഭരണം സർക്കാർ ഏറ്റെടുത്തു. സ്കൂൾ മാനേജറെ അയോഗ്യനാക്കി താൽക്കാലിക ചുമതല ഡിഇഒയ്ക്ക് നൽകി. വൈദ്യുതി ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടതടക്കം സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. സ്കൂളിൽ ഗുരുതരമായ കൃത്യവിലോപമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഭരണം സർക്കാർ ഏറ്റെടുത്തത്. നേരത്തെ സംഭവത്തിൽ മാനേജറുടെ വിശദീകരണം വിദ്യാഭ്യാസ വകുപ്പ് തേടിയിരുന്നു. അപകടകരമായ കമ്പി വലിച്ചത് പഴയ മാനേജറുടെ കാലത്താണ് എന്നായിരുന്നു സ്കൂൾ മാനേജറുടെ വിശദീകരണം. എന്നാൽ ഇത് തള്ളിയാണ് സർക്കാർ നടപടി. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് സ്കൂളിന്റെ താൽക്കാലിക ചുമതല നൽകി. സ്കൂൾ മുന്നൊരുക്കം നടത്തുന്നതിൽ മാനേജ്മെന്റിൽ നിന്നും വീഴ്ചയുണ്ടായെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തേവലക്കര സ്കൂളിലെ അപകടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സ്കൂളിൻ്റെ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറക്കും. മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രധാന അധ്യാപികയ്ക്കെതിരെ മാത്രം നടപടിയെടുത്തത് വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റിനെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 17-നാണ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മിഥുൻ സ്കൂളിലെ വൈദ്യുത ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സൗദി അറേബ്യയിലെ ഫാർമസി മേഖലയിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കാനുള്ള മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ തീരുമാനം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ഫാർമസികളിലും ജനറൽ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കോംപ്ലക്സുകളിലും 35%, ആശുപത്രി ഫാർമസികളിൽ 65%, ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറികൾ, മരുന്ന് മൊത്ത വിതരണ കമ്പനികൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയിൽ 55% തൊഴിലുകൾ സൗദി പൗരന്മാർക്കായി നീക്കിവെക്കണം. സൗദി ഫാർമസിസ്റ്റുകൾക്ക് 7000 റിയാൽ മിനിമം വേതനം നിശ്ചയിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ പ്രവാസികൾ ഉൾപ്പെടെ ഏകദേശം 10,000-ഓളം പേർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി. സാമ്പത്തിക നിയമലംഘനങ്ങളെ തുടർന്നാണ് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതിൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെടും. കഴിഞ്ഞ വർഷം എൻഫോഴ്സ്മെന്റ് നടപടികൾ കൂടുതൽ കർശനമാക്കിയതിനെ തുടർന്ന് ഏകദേശം 70,000 പേർക്കാണ് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ഇവരിൽ 51,420 പേരുടെ വിലക്ക് പിൻവലിച്ചു. ഭൂരിഭാഗം യാത്രാ വിലക്കിന് കാരണം സാമ്പത്തിക കുടിശ്ശികയാണ്. കടബാധ്യത തീർക്കുന്നതിനനുസരിച്ചാണ് യാത്രാ വിലക്ക് പിൻവലിക്കുന്നത്. സിവിൽ തർക്കങ്ങൾ, കോടതി ഉത്തരവുകൾ, സിവിൽ ക്രിമിനൽ വിധികൾ എന്നിവയുൾപ്പെടെ വിവിധ കാരണങ്ങളാണ് രാജ്യം വിട്ടു പോകാതിരിക്കാൻ യാത്രാ വിലക്ക് ഏർപ്പെടുത്തുന്നത്. ദുബായിലെ മാളുകളുടെ ഉൾഭാഗം ഇനി മുതൽ എല്ലാ ദിവസവും രാവിലെ ജോഗിംഗ് ട്രാക്കുകളായി മാറും. വേനൽ കടുത്തതോടെ പ്രഭാത നടത്തം മുടങ്ങുന്നത് പലരുടെയും ആരോഗ്യശീലങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിന് പരിഹാരമെന്ന നിലയിലാണ് ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് മാളത്തോൺ പദ്ധതി പ്രഖ്യാപിച്ചത്. ദുബായിലെ തിരഞ്ഞെടുത്ത മാളുകളിലെ വിശാലമായ ഇടനാഴികൾ ഇനി മുതൽ പ്രഭാത നടത്തത്തിനായി ഉപയോഗിക്കാം. രാവിലെ 7 മണി മുതൽ 10 മണി വരെയാണ് മാളുകൾക്കുള്ളിൽ ഈ സൗകര്യം ഉണ്ടാവുക. ദുബായ് മാൾ, ദുബായ് ഹിൽസ് മാൾ, സിറ്റി സെന്റർ ദേറ, സിറ്റി സെന്റർ മിർദിഫ്, മാൾ ഓഫ് ദി എമിറേറ്റ്സ്, ദുബായ് മറീന മാൾ, ദി സ്പ്രിംഗ് സൂക്ക് എന്നിങ്ങനെ 7 മാളുകളിലാണ് നിലവിൽ ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ആരോഗ്യകരവും സജീവവുമായ ജീവിതശൈലി പിന്തുടരാൻ ദുബായ് നൽകുന്ന ഏറ്റവും മികച്ച സാഹചര്യമാണിതെന്ന് മാളത്തോൺ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് ഷെയ്ഖ് ഹംദാൻ വ്യക്തമാക്കി. ദൈനംദിന ജീവിതത്തിലെ പരിചിതമായ സാഹചര്യങ്ങളെ ആരോഗ്യശീലങ്ങളാക്കി മാറ്റുക എന്നതാണ് ഈ ആശയത്തിന് പിന്നിൽ. ഇത് വ്യക്തിഗത ആരോഗ്യത്തെയും സാമൂഹ്യ ബന്ധങ്ങളെയും ഒരുപോലെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുബായിയെ ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റുന്നതിനുള്ള കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നും ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. ഓരോ ചുവടും ആരോഗ്യസമ്പുഷ്ടമായ ദുബായിലേക്കുള്ള യാത്രയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദുബായ് മാളത്തോൺ പദ്ധതിയിൽ പങ്കാളികളാകാൻ എല്ലാവരെയും അദ്ദേഹം ക്ഷണിച്ചു. അമൃത ന്യൂസ്, ദുബായ്. ദുബായിൽ നിന്നും ഷാർജയിലേക്ക് പുതിയ ബസ് സർവീസ് ആരംഭിച്ച് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ദുബായിലെ സ്റ്റേഡിയം ബസ് സ്റ്റേഷനെയും ഷാർജ അൽ ജുബൈൽ ബസ് സ്റ്റേഷനെയും ബന്ധിപ്പിച്ച് രാവിലെ 5 മണി മുതൽ രാത്രി 11:30 വരെ സർവീസ് ഉണ്ടാകും. ഓരോ 30 മിനിറ്റിലുമാണ് ബസ് സർവീസ്. ഒരു ദിശയിലേക്ക് 12 ദിർഹമാണ് നിരക്ക്.
ഫുഡ് സ്റ്റഫ് മേഖലയിൽ വർഷങ്ങളുടെ പരിചയ സമ്പത്തുമായി അൽ ഷെരീഫ് ഫുഡ് സ്റ്റോർ ഇനി 24 മണിക്കൂറും ജിദ്ദയുടെ ഹൃദയഭാഗത്ത് ഷറഫിയയിൽ. അൽ ഷെരീഫ് ഫുഡ് സ്റ്റോറിന്റെ 5ാമത്തെ ശാഖ ബാഗ്ദാദിയ ഷറഫിയയിൽ പ്രവർത്തനം തുടങ്ങി. ജിദ്ദയിലെ ഗ്രോസറി ഷോപ്പുകാർക്കും താമസക്കാർക്കും സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് അൽ ഷെരീഫ് ഫുഡ് സ്റ്റോർ ഷറഫിയയിൽ പോസ്റ്റ് ഓഫീസ് റോഡിൽ സ്റ്റോറിന്റെ 5ാമത്തെ ശാഖ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം മൊത്തമായും ചില്ലറയായും സാധനങ്ങൾ വിൽക്കുന്നു. ജിദ്ദയുടെ ഏത് ഭാഗത്തേക്കും ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. ഷോപ്പിന്റെ ഉദ്ഘാടനം ഷെരീഫ് ഫുഡ് സ്റ്റോർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ കാളിക്കാവ്, മാജിദ് ഷെരീഫ്, അബ്ബാസ് ഷെരീഫ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചെയർമാൻ സായിദ് ഷെരീഫ് നിർവഹിച്ചു. ഷറഫിയയിലെ സ്റ്റോറിന് പുറമെ അലഗ, അൽ സഫ, അസ്ഫാൻ, വാദിമുറ എന്നിവിടങ്ങളിൽ അൽ ഷെരീഫ് സ്റ്റോറുകൾ ഉണ്ട്. കൂടുതൽ സ്റ്റോറുകൾ മറ്റു ഭാഗങ്ങളിൽ തുറക്കുമെന്നും ചെറിയ വിലയിൽ ക്വാളിറ്റി സാധനങ്ങൾ നൽകുക എന്നതാണ് ഞങ്ങളുടെ പ്രത്യേകതയെന്നും സാദ് ഷെരീഫ് വ്യക്തമാക്കി. ഷറഫിയ ഷെരീഫ് ഫുഡ് സ്റ്റോറിന് സമീപം തന്നെ കാർഗോ ട്രാവൽ സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് നാട്ടിൽ പോകുന്നവർക്കും സന്ദർശകർക്കും തീർത്ഥാടകർക്കും ആവശ്യമുള്ള എല്ലാം ഒരു പോയിന്റിൽ നിന്ന് ലഭിക്കുമെന്നും വളരെ വിലക്കുറവിൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് നൽകാൻ സാധിക്കുമെന്നും അൽ ഷെരീഫ് ഫുഡ് സ്റ്റോർ MD മുജീബ് കാളിക്കാവ് പറഞ്ഞു. ഞങ്ങൾ ഹോൾസെയിലും റീറ്റെയിലുമാണ്. വളരെ ചീപ്പ് റേറ്റ് ഞങ്ങൾ കൊടുക്കുന്നത്. ചീപ്പ് റേറ്റ് ഇവിടെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാ സൗകര്യമുണ്ട്. പിന്നെ എല്ലാ സൗകര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഇവിടെ കാർഗോ വിടാനുള്ള സൗകര്യമുണ്ട്, ട്രാവൽ സൗകര്യങ്ങളുണ്ട്. പിന്നെ മെയിൻ റോഡിന് ഫസ്റ്റ് ഷറഫിൽ 2 സ്ഥലങ്ങളാണ്. ഏത് മലയാളി ആൾക്കാർക്ക് വരുന്ന എല്ലാ ഫുഡും ഇവിടെ അവൈലബിൾ ആയിട്ട് പോകുന്നുണ്ട്. 24 മണിക്കൂർ ഞങ്ങൾ ഓപ്പണിംഗ് ആണ്. 24 മണിക്കൂർ എന്ത് സാധനം കേരള ഫുഡ് വേണോ ഇതാണ്. ഈ ഫുഡുകളും ഇതാണ് ബമ്പ ഓഫർ. ഒരു മാസത്തെ ബമ്പ ഓഫറാണ്. 100 രൂപയ്ക്ക് മിനിമം പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് സ്വർണ്ണ കോയിൻസ്, വാഷിംഗ് മെഷീൻ, മൊബൈൽ അടക്കം നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ ലഭിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉദ്ഘാടന ഓഫറും ഒരുക്കിയതായി മാനേജ്മെന്റ് വ്യക്തമാക്കി. സുൽഫിഖ്റോദായി, അമൃത ന്യൂസ്, ജിദ്ദ. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ജീവനക്കാരി ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞു. പൊതുജനാരോഗ്യ വിഭാഗം ലാബ് ജീവനക്കാരിയും ആലപ്പുഴ ചെങ്ങന്നൂർ മുളകുഴ സ്വദേശിയുമായ സ്നേഹ സൂസൻ ബിനു ആണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. ഭർത്താവ് ബിനു തോമസ്, ഫെയ്ത്ത് ബിനു ഏക മകളാണ്. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ OICC കെയർ ടീമിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. മറ്റു വാർത്തകൾ നോക്കിയാൽ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് ആദരമർപ്പിച്ച് രാജ്യം. ഇന്ത്യ ഗേറ്റിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സംയുക്ത സൈനിക തലവനും സേനാ തലവന്മാരും പുഷ്പചക്രം അർപ്പിച്ചു. ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യയും സഞ്ജയ് സേത്തും ആദരമർപ്പിച്ചു. രാജ്യം വിജയ് ദിവസ് സ്മരണയിലാണ്. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 26ാം വാർഷിക ദിനാചരണം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാനും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്, നേവി ചീഫ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി എന്നിവരും യുദ്ധസ്മാരകത്തിൽ ആദരവർപ്പിച്ചു. ദ്രാസിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയും കേന്ദ്രമന്ത്രി സഞ്ജയ് സേത്തും ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ആദരിച്ചു. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരെ അനുസ്മരിച്ചു. രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിനായി യുദ്ധകളത്തിൽ നമ്മുടെ സൈന്യം ധീരമായി പോരാടിയെന്നും പാകിസ്ഥാന്റെ ദുഷ്ടലക്ഷ്യങ്ങൾക്കെതിരെ രക്തം ചീന്തിയ അനശ്വര രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നുവെന്നും കരസേനാ മേധാവി പറഞ്ഞു. यह लगातार चौथी बार है जब मैं कारगिल युद्ध स्मारक और कारगिल विजय दिवस के इस पावन आयोजन में सम्मिलित हो रहा हूं. 2 बार नदन कमांड आर्मी कमांडर की हैसियत से और 2 बार थल सेना अध्यक्ष के रूप में. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് നിർണായക നേട്ടങ്ങൾ സമ്മാനിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെ പ്രദർശനവും ദ്രാസിൽ നടന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ വിജയ് ദിവസ് വാർഷികം പ്രൗഢഗംഭീരമായി തന്നെയാണ് രാജ്യം ആചരിച്ചത്. നമ്മുടെ മാതൃരാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നുവെന്നും രാഷ്ട്രത്തിനായുള്ള അവരുടെ സമർപ്പണവും പരമമായ ത്യാഗവും ഓരോ പൗരനെയും പ്രചോദിപ്പിക്കുമെന്നും രാഷ്ട്രപതി എക്സിൽ കുറിച്ചു.
രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിനായി ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെ സമാനതകളില്ലാത്ത ധൈര്യത്തെയും ശൗര്യത്തെയും ഈ ദിനം രാജ്യത്തിന് ഓർമ്മപ്പെടുത്തലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വീരമൃത്യു വരിച്ച വീരന്മാരുടെ ധൈര്യം ഭാവി തലമുറകൾക്ക് പ്രചോദനമാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ജപ്തി ഭീഷണിയിൽ കഴിയുന്ന CC മുകുന്ദൻ MLAയെ സന്ദർശിച്ച മന്ത്രി കെ രാജൻ. ചോർന്നൊലിക്കുന്ന വീടിനുള്ളിൽ മഴവെള്ളത്തിൽ ചവിട്ടി തെന്നി വീണ MLAയുടെ ആരോഗ്യസ്ഥിതി മന്ത്രി കെ രാജൻ വിലയിരുത്തി. ജപ്തിയുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ രാജൻ MLAയ്ക്ക് ഉറപ്പു നൽകി. കഴിഞ്ഞ ദിവസമാണ് ചോർന്നൊലിക്കുന്ന വീട്ടിൽ മഴവെള്ളം ചവിട്ടി തെന്നി വീണ MLAയ്ക്ക് പരിക്കേറ്റത്. വലതുകാലിന് ഗുരുതര പരിക്കേറ്റ MLAയോട് 15 ദിവസത്തെ പരിപൂർണ വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. 5.5 സെന്റ് സ്ഥലത്താണ് MLAയുടെ വീട്. മകളുടെ വിവാഹത്തിനായി കാരമുക്ക് സഹകരണ ബാങ്കിൽ നിന്നും 10 വർഷം മുൻപ് 6 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഇപ്പോഴത്തെ കുടിശ്ശിക 18.75 ലക്ഷമാണ്. ജപ്തിക്കായി ബാങ്ക് നോട്ടീസ് അയച്ചു. MLA ആയതിനാൽ ഇറക്കിവിട്ട് അപമാനിച്ചില്ലെന്നും കഴിഞ്ഞ ദിവസം MLA പറഞ്ഞിരുന്നു. സംഭവം വാർത്തയതിനെ തുടർന്ന് മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച സുഖവിവരങ്ങൾ തിരക്കിയിരുന്നു. തുടർന്നാണ് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് MLAയുടെ വീട്ടിൽ നേരിട്ടെത്തി കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞത്. സാമ്പത്തിക പ്രശ്നങ്ങളടക്കം പാർട്ടി പരിഹരിക്കുമെന്നും കെ രാജൻ ഉറപ്പു നൽകി. തന്നെ ആരും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം MLA പറഞ്ഞിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പർദ്ദ ധരിച്ചെത്തി നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ്. സംഘടനയുടെ ഓഫീസിലെത്താൻ ഏറ്റവും യോജിച്ച വസ്ത്രം പർദ്ദയാണെന്നും നിലവിലെ ഭാരവാഹികൾക്കെതിരായ പ്രതിഷേധ സൂചകമായാണ് പർദ്ദ തെരഞ്ഞെടുത്തതെന്നും സാന്ദ്ര പറഞ്ഞു. അടുത്ത മാസം 14-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. പർദ്ദ ധരിച്ചാണ് സാന്ദ്ര പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിലെത്തി പത്രിക സമർപ്പിച്ചത്. തന്റെ വസ്ത്രധാരണം അസോസിയേഷന്റെ നിലവിലെ നേതൃത്വത്തിനെതിരായ പ്രതിഷേധമാണെന്ന് സാന്ദ്ര പറഞ്ഞു. എന്റെ പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ത്രീകൾക്ക് പൊതുവെ വരാൻ ഒരു സേഫ് ആയിട്ടുള്ള ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. സംഘടനാ യോഗത്തിൽ വെച്ച് തന്നെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംഘടനാ ഭാരവാഹികൾക്കെതിരെ സാന്ദ്ര നേരത്തെ കേസ് കൊടുത്തത്. ആ കേസ് ഇപ്പോഴും തുടരുകയാണ്. സംഘടനയിൽ നിന്നും സാന്ദ്രയെ പുറത്താക്കിയതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഈ നടപടി കോടതി റദ്ദാക്കുകയായിരുന്നു. അസോസിയേഷനിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പ് പോലെയാണ് സംഘടനയിലെ ഭാരവാഹികളെന്നും സാന്ദ്ര കുറ്റപ്പെടുത്തി. 2 സിനിമകൾ മാത്രം നിർമ്മിച്ച പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളാൻ ശ്രമമുണ്ടെന്നും സാന്ദ്ര തോമസ് ആരോപിച്ചു. ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് ഏത് റെഗുലർ മെമ്പറിനും 3 സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് മത്സരത്തിൽ ഇവിടുത്തെ കീ പോസ്റ്റിൽ മത്സരിക്കാം എന്ന് കൃത്യമായി ബൈലോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ നാമനിർദ്ദേശ പത്രികയുടെ കൂടെ തന്നെ 3 സെൻസസ് സർട്ടിഫിക്കറ്റും വെച്ചു. സക്കറിയയുടെ ഗർഭിണികൾ, മങ്കി പെൻ, അടികപ്പിയാരെ കൂട്ടമണി. അടുത്ത മാസം 2-നാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി. 14-നാണ് തെരഞ്ഞെടുപ്പ്. അമൃത ന്യൂസ്, കൊച്ചി. സർവകലാശാലകളിലെ ഭിന്നത തീർക്കാനുള്ള സർക്കാരിന്റെ സമവായ നീക്കം പാളി. താൽക്കാലിക VC നിയമനത്തിൽ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. ശബരിമലയിലെ ട്രാക്ടർ യാത്രാ വിവാദത്തിൽ ADGP MR അജിത് കുമാർ നിയമം ലംഘിച്ചെന്ന് DGP ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ADGPയുടെ വിശദീകരണം തള്ളിയാണ് റിപ്പോർട്ട് നൽകിയത്. അതേസമയം ശബരിമല ദർശനത്തിനായി MR അജിത് കുമാറിന് കൂടുതൽ സമയം നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് UAE വേദിയാകും. സെപ്റ്റംബർ 9 മുതൽ 28 വരെയാണ് മത്സരങ്ങൾ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ യോഗത്തിന് ശേഷം പ്രസിഡന്റ് മുഹ്സിൻ നഖ്വി എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയായിരുന്നു ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ആതിഥേയർ. ഇന്ത്യ പാകിസ്ഥാൻ അസ്വാരസ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിഷ്പക്ഷ വേദി എന്ന നിലയിൽ UAEയെ തെരഞ്ഞെടുത്തത്. ദുബായ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിൽ മത്സരങ്ങൾ നടക്കുമെന്നാണ് കരുതുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, UAE, ഒമാൻ, ഹോങ്കോങ് എന്നീ രാജ്യങ്ങളാണ് ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ ഏറ്റുമുട്ടുന്നത്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക. നമസ്കാരം.